പാർത്ഥൻ എന്തൊരു ജീവിതമാണിത്. എന്റേതാണോ? അല്ല, മൂസയുടെ ജീവിതം. അതെ, മൂസ ഒരു ഗംഭീര മനുഷ്യനാണെന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നത്. 12 ഭാര്യമാർ, 100-ൽ പരം കുട്ടികൾ, അതിൽ 200-ൽ പരം പേരക്കുട്ടികൾ, ഇങ്ങനെ വളരെയധികം സമ്പന്നമായ ഒരു കുടുംബ പശ്ചാത്തലമാണ് യഥാർത്ഥത്തിൽ മൂസയ്ക്കുള്ളത്. എങ്ങനെയാണ് ഈ മൂസ ഇത്രയും ഒരു ചെറിയ കാലയളവിൽ ഇങ്ങനെ 100 കുട്ടികളെയൊക്കെ ഉണ്ടാക്കിയത്? കഴിവ് തെളിയിച്ചു. അതെ, ഇത് സത്യത്തിലൊരു അത്ഭുതം തന്നെയാണ്. കാര്യം അത്ഭുതം എന്ന് പറഞ്ഞുകൂടാ. കാരണം ആ സാഹചര്യമൊക്കെ ഒരുങ്ങി വന്ന് അവരെ ഈ 102 മക്കൾ എന്ന് പറയുമ്പോൾ 102 മക്കളും ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലാണ് നമ്മൾ അദ്ദേഹത്തെ എന്താക്കേണ്ടത്, മാനിക്കേണ്ടത് എന്നാണ് ഞാൻ ആദ്യം, അല്ലെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ കാര്യത്തിലാണ്. ബാക്കിയെല്ലാം പിന്നെയാണ്. ഇതിനിടയ്ക്ക് കമ്പാല എന്ന് പറയുന്ന ഉഗാണ്ടയിലെ ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ഉഗാണ്ട എന്ന് കേട്ടിട്ടുള്ളത്. ഞാൻ ഉഗാണ്ടയിൽ ചെല്ലി എന്നൊക്കെ പറയുമല്ലോ. ആഫ്രിക്കൻ വംശജരാണ്. അതെ, ആഫ്രിക്കൻ വംശജരാണ്. അപ്പോൾ ഉഗാണ്ടയിലാണ് സംഭവം. യഥാർത്ഥത്തിൽ 12 ഭാര്യമാരും 102 മക്കളും 578 കൊച്ചുമക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ പേരിലാണ് ഇയാൾ പ്രശസ്തനായിരിക്കുന്നത്. നോക്കണേ, 578 കൊച്ചുമക്കളും ഉണ്ട്. അതായത് ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് ചിലപ്പോൾ ഇയാൾക്കായിരിക്കും ഒരുപക്ഷെ. ഇപ്പോൾ ഇതിൽ മൂസ പറയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് ഈ പല മക്കളുടെയും പേര് ഓർത്തു വെക്കാൻ സാധിക്കാറില്ല. അതുകൊണ്ട് ഞാനൊരു പുസ്തകം നോട്ട്ബുക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വളരെ അമൂല്യമായിട്ടുള്ള നോട്ട് പുസ്തകം. അതിൽ ഓരോരുത്തരുടെയും പേര് ഞാൻ എഴുതി വെക്കും അടയാളപ്രകാരം. അതായത് ഐഡന്റിഫൈ ചെയ്യണമല്ലോ. 108 പേരൊക്കെ ഓർക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ മൂസ മക്കളുടെ പേരൊക്കെ ഓർമ്മിക്കുന്നത്. സാഹചര്യം ഒന്ന് ഓർത്ത് നോക്കി, 108 മക്കൾ. ആ കൃത്യമായിട്ട് നമുക്ക് ഓർഡറിൽ പേര് പോലും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആരാണ് എന്താണ് എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ ഒരു മിസ്റ്റേക്കൊക്കെ വന്നേക്കാം. എങ്കിലും അദ്ദേഹം നോട്ടിലൊക്കെ കൃത്യമായി എഴുതി വെച്ച് ഏത് മകൻ ഏത് ഭാര്യയിൽ ജനിച്ചു എന്നൊക്കെ എഴുതി വെക്കുന്ന ഒരു രീതി. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, അതെ, കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. അതായത് കിഴക്കൻ ഉഗാണ്ടയിലെ മുഗീസ ഗ്രാമവാസിയായ മൂസ ഹസഹ്യ കാസറയാണ് ഈ വൈറൽ കുടുംബത്തിൻ്റെ നാഥൻ. നല്ല പേരാണ്. അതായത് മൂസ ഹസഹ്യ കാസറെ ലോകത്ത് ഏറ്റവും കൂടുതൽ മക്കളുള്ള വ്യക്തി എന്ന പേരിൽ പ്രചരിച്ച മൂസയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം വൈറലായി മാറിയത്. 972 17ാമത്തെ വയസ്സിലാണ് മൂസയുടെ ആദ്യ വിവാഹം നടക്കുന്നത്. 972 അദ്ദേഹത്തിന് 17 വയസ്സ്. കന്നുകാലി കച്ചവടത്തിലും മാംസക്കച്ചവടത്തിലും പേരെടുത്ത മൂസയിൽ ആകൃഷ്ടരായ ഗ്രാമവാസികൾ തങ്ങളുടെ പെൺമക്കളെ മൂസയ്ക്ക് വിവാഹം ചെയ്ത് നൽകാമെന്ന വാഗ്ദാനവുമായി മുന്നോട്ട് വന്നു. അപ്പം ഇദ്ദേഹത്തെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ആ ഗ്രാമീണർ ഇദ്ദേഹത്തിൻ്റെ കഴിവിൽ, അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യത്തിൽ ആകൃഷ്ടരായിട്ട് സ്വന്തം പെൺമക്കളെ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറയാണ്. അത് കുറെ കാലങ്ങളായിട്ട് ഈ അറേബ്യൻ വംശജർക്കിടയിൽ, ഈ ആഫ്രിക്കൻ വംശജർക്കിടയിൽ ഈ രീതിയിൽ പെൺമക്കളെ പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ ആർക്കെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നിലനിന്നിരുന്നു. പിന്നീട് അതിനൊക്കെ വലിയ രീതിയിലുള്ള ബാനും കാര്യങ്ങളും ഒക്കെ വരികയാണ് ഇപ്പോഴും. പക്ഷേ വളരെ നിഗൂഢമായിട്ട് ചില ആഫ്രിക്കൻ വംശങ്ങൾക്കിടയിലൊക്കെ ഈ സംഭവം നടക്കുന്നുണ്ട് എന്നാണല്ലോ മൂസയുടെ ഈ ഒരു വാർത്തയും നമുക്ക് സൂചിപ്പിക്കുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ മൂസയുടെ ഭാര്യ, അവരുടെ എത്രയാന്ന് അവർക്ക് വയസ്സെന്ന് അറിയാം? 35 വയസ്സാണ്. മൂസക്ക് 70 വയസ്സുണ്ട് കേട്ടോ. അത് നമ്മൾ ആദ്യമേ പറയണേ. 70 വയസ്സുള്ള മൂസയുടെ ഭാര്യ 35 വയസ്സുകാരിയാണ്. അല്ല, ഞാനതാ ചോദിച്ചത്, എന്തിനാ നമ്മൾ ഈ ആഫ്രിക്കയിലേക്കൊന്നും പോകണ്ട. അത് 5 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൽ നടന്നിരുന്നു. ഇപ്പം അടുത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനിലെ കാര്യമൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത് ഇപ്പം ചിലപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മൾ ഈ ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്കും തോന്നും വളരെ പ്രായമായിട്ടുള്ള ആളുകൾ. പക്ഷെ കൂടെ നടക്കുന്ന ഈ പെൺകുട്ടി, സ്ത്രീ ആരാണെന്ന് ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും. കാരണം അവർ റിവീൽ ചെയ്യാത്ത രീതിയിലാണ് വസ്ത്രമൊക്കെ ധരിക്കുക. ഇയാളെ കാണുമ്പോഴാണെങ്കിൽ നല്ല എന്തായാലും ഒരു തന്ത ഫീല് തോന്നിപ്പിക്കുന്ന ഒരാളുമായിരിക്കും. ചിലപ്പോൾ തന്തയാണോ അതോ ഭർത്താവാണോ നമുക്ക് അറിയില്ല. 17ാമത്തെ വയസ്സിൽ മൂസയുടെ വിവാഹം എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ പ്രായം എത്രയാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഉഗാണ്ടയിലെ ചില പ്രത്യേക മതവിഭാഗക്കാരിൽ ബഹുഭാര്യാത്വം നിയമപരമായിരുന്നെങ്കിലും 995ഓടെ ശൈശവ വിവാഹം രാജ്യത്ത് നിരോധിക്കപ്പെട്ടു. 18ാം വയസ്സിലാണ് മൂസയ്ക്ക് ആദ്യ കുഞ്ഞ് ജനിക്കുന്നത്. അത് 17 കല്യാണം കഴിച്ചു, 18ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് കുഞ്ഞ് ജനിച്ചു. സാഡ്ര നബ്വീരെ എന്നാണ് മൂസ മൂത്ത മകൾക്ക് നൽകിയ പേര്.
നല്ല പേരാ. ഇന്ന് 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള മക്കൾ മൂസയ്ക്കുണ്ട്. അതായത് അദ്ദേഹത്തിന് 70 വയസ്സ്, മോൻ 50 വയസ്സ്. 12 ഭാര്യമാരാണ് നിലവിൽ 70-കാരനായ മൂസയ്ക്കുള്ളത്. അതിൽ തന്നെ 35 വയസ്സുകാരിയായ ഭാര്യയാണ് ഏറ്റവും അവസാനത്തേത്. 12 ഭാര്യമാരിൽ നിന്നായി 102 മക്കളാണ് മൂസയ്ക്ക് പിറന്നത്. മക്കളുടെ മക്കൾ കൂടിയായപ്പോൾ കുടുംബം വീണ്ടും വളർന്നു. അപ്പോൾ 578 കൊച്ചുമക്കളുടെ മുത്തശ്ശൻ കൂടിയാണ് ഈ സമയം മൂസ. നോക്കണേ, 578 കൊച്ചുമക്കളുടെ മുത്തശ്ശൻ. വലിയ ബിഗ് ഫാമിലിയാണ്. ഇതിൽ ഇദ്ദേഹം പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പം ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ വലിയ സോഷ്യൽ ഇഷ്യൂ കൂടെ ചർച്ച ചെയ്യണമല്ലോ. അതായത് അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യം, വളർന്നു വലുതാകുന്ന കുടുംബം വലിയൊരു അനുഗ്രഹമാണെങ്കിലും ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നാണ് മൂസയുടെ വാദം. എനിക്ക് ആദ്യത്തെ കുഞ്ഞിൻ്റെയും അവസാനത്തെ കുഞ്ഞിൻ്റെയും പിന്നെ മറ്റു ചില കുട്ടികളുടെയും പേരുകൾ മാത്രമേ ഓർമ്മയിൽ നിൽക്കാറുള്ളൂ എന്ന് ഇയാൾ പറയുന്നുണ്ട്. 102 മക്കളുടെയും 572 കൊച്ചുമക്കളുടെയും പേരുകൾ ഓർത്തു വെക്കുക വളരെ പ്രയാസമേറിയ കാര്യമാണ്. സത്യമാണ്, നമുക്ക് പോലും വളരെ പ്രയാസമേറിയ കാര്യമാണ്. ഇപ്പോൾ ഇപ്പം യൂത്തായ ഒരു യുവാക്കൾക്ക് പോലും 578 കൊച്ചുമക്കളുടെ പേര് എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഓർമ്മയിൽ വെക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലങ്ങ് ഫീഡ് ചെയ്ത് വെക്കേണ്ടി വരും. മക്കൾ ജനിച്ച വർഷവും അവരുടെ പേരുകളും ഏത് ഭാര്യയിൽ ജനിച്ച കുഞ്ഞുങ്ങളാണെന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പലപ്പോഴും ഈ ബുക്കാണ് തന്നെ സഹായിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. ഇത്രയും വലിയ കുടുംബം സ്വന്തമായിട്ടുണ്ടെങ്കിലും കാണുന്ന പോലെ അത്ര സുഖകരമല്ല തൻ്റെ ജീവിതമെന്നും, തുരുമ്പെടുത്ത മേൽക്കൂരയുള്ള കൊച്ചു വീട്ടിലാണ് താനും കുടുംബവും താമസിക്കുന്നത്. ഇത്രയും അംഗങ്ങൾക്ക് ഒരുമിച്ച് കഴിയാൻ സാധിക്കാത്തതിനാൽ തൊട്ടടുത്തായി പുല്ലുമേഞ്ഞ മൺകുടിലുകൾ മക്കൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. കൊച്ചുമക്കളും ഭാര്യമാരുമെല്ലാം ഇതിലാണ് കഴിയുന്നത്. മൂസയുടെ 2 ഏക്കർ ഭൂമിയിലായി അടുത്തടുത്തായാണ് ഈ കുടുംബം കഴിയുന്നത്. തങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് കഴിഞ്ഞുകൂടുന്നതെന്ന് മൂസയുടെ 3ാമത്തെ ഭാര്യ സബീന പറയുന്നു. ഭക്ഷണം കഷ്ടിച്ചാണ് ലഭിക്കുന്നത്. കുട്ടികൾക്ക് ദിവസവും 1 നേരമാണ് നല്ല ഭക്ഷണം കൊടുക്കാനാവുന്നത്. ചില ദിവസങ്ങളിൽ 2 നേരം കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഇതെല്ലാ ദിവസവും സാധിക്കുന്നില്ലെന്നും ഭാര്യ പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ കല്യാണം കഴിക്കുക, കുട്ടികളെ ഉണ്ടാക്കുക എന്നൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ്. പക്ഷേ ജീവിതം, അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട വസ്ത്രം, ആരോഗ്യം, ഇതൊക്കെ കൊടുക്കാനുള്ള കാര്യമുണ്ടോ എന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും ഈ ജനസംഖ്യാ നിയന്ത്രണത്തെ പറ്റി കൃത്യമായി ചർച്ച ചെയ്യുന്ന കാര്യം എന്താണ്, നമുക്ക് ഭൂമി, എല്ലാവർക്കും താമസിക്കാൻ ആവശ്യമായ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന എന്താണ്, നമ്മൾ വീട് വെക്കാൻ ആവശ്യമായ കല്ല്, മണ്ണ്, വിഭവങ്ങളുണ്ടല്ലോ, പ്രകൃതി വിഭവങ്ങളുണ്ടല്ലോ, ഇതൊക്കെ നോക്കിയിട്ട് കൊണ്ടേ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. പക്ഷെ അത് ഇദ്ദേഹത്തിന് മനസ്സിലായത് ഇപ്പോഴാണ്. കാരണം ഇദ്ദേഹത്തിന് ഈ 12 ഭാര്യ, 102 മക്കൾ, ഒരു ഭാര്യയിൽ എങ്ങനെ പോയാലും 5 കുട്ടികളുണ്ടാവും. 5 ആയിരിക്കില്ല, 5-ൽ കൂടുതൽ, 6-7 കുട്ടികളുണ്ടാവും എന്തായാലും. പട്ടിണിയാണ് മൂസയുടെ കുടുംബം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അയൽവാസികൾക്ക് വേണ്ടി വെള്ളവും വിറവും കൊണ്ടുവന്ന് കൊടുക്കുന്ന ജോലിയാണ് കുട്ടികൾക്ക്. മറ്റുള്ളവരും ചെറിയ ജോലികളിൽ ഏർപ്പെട്ടാണ് വരുമാനം കണ്ടെത്തുന്നത്. തുടക്കത്തിൽ വീണ്ടും വിവാഹം കഴിക്കുന്നത് തനിക്കൊരു തമാശയായിരുന്നുവെന്നും എന്നാൽ ഇപ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നതെന്നും മൂസ പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ വാക്കിങ്ങനെയാണ്, ആദ്യമൊക്കെ തമാശയായിരുന്നു, ഇപ്പോൾ ഇതൊരു പ്രശ്നമായിട്ടുണ്ട്. എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി. വലിയ കുടുംബത്തിൻ്റെ ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം തുടങ്ങി അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പൂർത്തീകരിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. മക്കാസറെ പറയുന്നു. മുതിർന്ന മക്കൾ സഹായിക്കുന്നുണ്ടെങ്കിലും അത് പോരാതെ വരുന്നു. 2 ഭാര്യമാർ അദ്ദേഹത്തെ വിട്ടുപോയി. മറ്റു 3 പേരും മക്കളും വീട്ടിൽ സ്ഥലമില്ലാത്തതിനാൽ 2 കിലോമീറ്റർ അകലെ മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. പ്രയാസങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിലും അവരെല്ലാം എന്നെ സ്നേഹിക്കുന്നു. നോക്കൂ, അവരെല്ലാം സന്തോഷത്തിലാണ്. വേണ്ട വിധം നോക്കാൻ കഴിയുന്നില്ലെന്ന സങ്കടം മാത്രമാണ് എനിക്കുള്ളതെന്നും കാസറ പറയുന്നുണ്ട്. ഇവിടെ കുട്ടികളില്ലാതെ വലയുകയാണ് പല ദമ്പതിമാരും. ആ ഒരു ഫെർട്ടിലിറ്റി സെന്റേഴ്സ് ഒക്കെ വളരെ വലിയ രീതിയിൽ നാട്ടിൽ വർദ്ധിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ മൂസയുടെ വാർത്തകളൊക്കെ അവര് കേൾക്കുക എന്ന് പറയുമ്പോൾ അവര് ഒരു ഫോട്ടോ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി വിളക്ക് കൊളുത്തി പൂജിക്കുന്ന രീതിയിലേക്ക് പോകുന്നുള്ളൂ. പക്ഷേ ഇദ്ദേഹം പറയുന്ന ഗൗരവകരമായ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല, വേണ്ടത്ര ആരോഗ്യ പരിപാലനത്തിന് പറ്റുന്നില്ല, വീടില്ല, സ്ഥലമില്ല, താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് ഭാര്യമാർ വിട്ടുപോയി. ആദ്യം എനിക്കൊരു തമാശയായിരുന്നു, അത് സിമ്പിളായിട്ട് ആർക്കും ആയാലും അതൊരു നല്ല തമാശയായിരിക്കും. പിന്നീടാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. മക്കൾ പോലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ കൈ കടത്തുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇവർക്കൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളൊരു ധ്വനിയും കൂടി ഇതിൽ നിന്ന് വരുന്നുണ്ട്. എന്ത് തന്നെയായാലും
നമ്മൾ ഈ കാര്യം കണ്ട് നമ്മളൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് രസകരമായ കൗതുകകരമായ ഒരു വാർത്തയായി അവതരിപ്പിക്കുമ്പോഴും അതിനിടയിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക വിപത്ത് വലുത് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഓരോ ആളുകളും ഇങ്ങനെ തുടങ്ങി എന്തായിരിക്കും അവസ്ഥ, ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിപ്പം എന്താണ്, നമ്മളിപ്പം ഡയറക്റ്റ്ലി അതങ്ങ് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ടാണ് പറയാതിരിക്കുന്നത്. എന്തുകൊണ്ടായാലും ആളുകൾക്ക് കൃത്യമായി കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് എന്താണ് പ്രചോദനം ഉൾക്കൊള്ളാതെ അതിൻ്റെ ഗൗരവകരമായ വശങ്ങൾ പഠിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ.